ജീവിതത്തിൽ ഉയർച്ച സ്വപ്നം കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും ഉയർച്ച പ്രാപിക്കുക എന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. സ്വപ്നം കണ്ടതുകൊണ്ടോ ഇഷ്ടമുള്ളതുകൊണ്ടോ ഒന്നും ഉയർച്ച പ്രാപിപ്പാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. ഉയർച്ചയ്ക്കായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയാത്തതായി ഒന്നും തന്നെ ഉണ്ടാവില്ല. തന്നെയുമല്ല, അതോടൊപ്പം ദൈവാശ്രയബോധം കൂടി നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനുദിനം ദൈവാശ്രയബോധം വളർത്തിയെടുക്കുവാനും ശ്രമിക്കുമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഉദ്യമങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുക തന്നെ ചെയ്യും. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർചിന്തയ്ക്കായി 20-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിക്കട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്കു നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഏതൊരാളും വളരെ ഇഷ്ടപ്പെടുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് 20-ാം സങ്കീർത്തനം. കാരണം ഇത് ആശംസാ വാക്കുകൾ നിറച്ചു വച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ദൈവം വാസ്തവമായി നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി സാധ്യമാക്കി തരുമോ? ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കുവാൻ അല്ലെങ്കിൽ സഫലമാക്കുവാൻ ആരുടെയെങ്കിലും ഒരു അനുഗ്രഹം മാത്രം മതിയോ? ഒരു അനുഗ്രഹ വാക്കുകൾ മാത്രം മതിയോ? അപ്പൻ്റെ അനുഗ്രഹവും ജ്യേഷ്ഠാവകാശവും ഒരുപോലെ കൈക്കലാക്കിയ ആളായിരുന്നു യാക്കോബ്. പക്ഷേ തൻ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു, കഠിനമായി അധ്വാനിക്കേണ്ടി വന്നു, ദീർഘനാൾ ചിലതിനു വേണ്ടിയൊക്കെ കാത്തിരിക്കേണ്ടി വന്നു. ഹൃദയത്തിലെ ആഗ്രഹം എന്നുള്ളത് നമ്മുടെ സ്വപ്നം എന്ന് വേണമെങ്കിൽ ഒന്ന് വ്യാഖ്യാനിക്കാം. കാരണം അത് പലപ്പോഴും നമ്മൾ പെട്ടെന്നൊന്നും പുറത്തു പറയാറില്ല. നമ്മുടെ സ്വപ്നങ്ങൾ അത് നമ്മുടെ സ്വകാര്യതയാണ്. ഒരു അധ്യാപിക തൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികളോട് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ഒന്ന് എഴുതിക്കൊണ്ടുവരുവാൻ പറഞ്ഞു. അവർക്ക് 2-3 ദിവസത്തെ സമയവും കൊടുത്തു. എല്ലാ കുട്ടികളും അവരുടെ സ്വപ്നങ്ങൾ കുറിച്ചു കൊണ്ടുവന്നു. അതിൽ ഒരു കുട്ടി കൊണ്ടുവന്ന 7 പേജുള്ള കുറിപ്പുകൾ അധ്യാപികയ്ക്ക് അത്രയങ്ങോട്ട് പിടിച്ചില്ല. കാരണം അത് അല്പം അധികപ്പറ്റായി പോയോ എന്നായിരുന്നു അവരുടെ ചിന്ത. ആ കുട്ടി ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: 200 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു കൃഷി ഫാമും അതിൻ്റെ മധ്യത്തിലുള്ള ഒരു വലിയ കൂറ്റൻ ബംഗ്ലാവുമാണ് എൻ്റെ സ്വപ്നം. ഇത് വായിച്ചിട്ട് സഫലമാകാത്ത ഒരു സ്വപ്നമായിട്ട് മാത്രമേ അവർ അതിനെ കണ്ടുള്ളൂ. ഏതായാലും ജയിക്കാനുള്ള മാർക്ക് അവന് കൊടുത്തിട്ട് അവനോട് ഇങ്ങനെ ഒരു ഉപദേശം കൂടെ പറഞ്ഞു കൊടുത്തു: നീ പോയിട്ട് ഒന്നുകൂടി ചിന്തിക്കുക, കുറച്ചുകൂടി നല്ല ഒരാഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നീ എഴുതിക്കൊണ്ടു വന്നാൽ അല്പം കൂടെ മാർക്ക് തരാം. ഒരാഴ്ച കഴിഞ്ഞ് അവൻ തിരികെ കൊണ്ടുവന്ന കടലാസുകളിൽ അവൻ ആദ്യം എഴുതിയിരുന്ന അതേ ആഗ്രഹങ്ങൾ തന്നെ കുത്തിക്കുറിച്ചിരുന്നു. അതിൻ്റെ ശേഷം അവൻ ധൈര്യപൂർവ്വം അധ്യാപികയോട് ഇങ്ങനെ പറഞ്ഞു: സർ, എൻ്റെ മാർക്ക് തിരുത്തണ്ട, ഞാൻ എൻ്റെ സ്വപ്നവും തിരുത്തുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. ഈ കുട്ടി വളർന്നു, അധ്യാപിക പെൻഷനായി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആ സ്കൂളിൻ്റെ കാർഷിക പഠനങ്ങളുടെ എല്ലാം പ്രായോഗിക പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലമുണ്ടായിരുന്നു. അത് ഏകദേശം 200 ഏക്കറിലധികം വ്യാപിച്ചു കിടന്ന ഒരു കൃഷി ഫാമും അതിൻ്റെ മധ്യത്തിൽ തല ഉയർത്തി നിന്ന ഒരു പടുകൂറ്റൻ ബംഗ്ലാവുമായിരുന്നു. ബംഗ്ലാവിനകത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാവരും കാണത്തക്ക നിലകളിൽ ഒരു ഫലകം തൂക്കിയിരുന്നു. ഇതിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: നിന്റെ സ്വപ്നങ്ങൾ തിരുത്താതിരുന്നതിന് അഭിനന്ദനങ്ങൾ. ആ 200 ഏക്കർ സ്ഥലവും ആ ബംഗ്ലാവും അന്ന് സ്വപ്നങ്ങൾ കുത്തിക്കുറിച്ചു കൊണ്ടു കൊടുത്ത, അല്ലെങ്കിൽ 7 പേജ് വിശാലമായി എഴുതിക്കൊണ്ട് കൊടുത്തിരുന്ന ആ കുട്ടിയുടെ സ്ഥലമായിരുന്നു. ആ അഭിനന്ദനത്തിൻ്റെ വാക്കുകൾ ആ അധ്യാപികയുടെയും. ഉറങ്ങുന്ന സമയത്ത് എല്ലാവരും സ്വപ്നം കാണും. അത് മാത്രമായിരിക്കരുത് നമ്മുടെ സ്വപ്നങ്ങൾ. ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ നെയ്തെടുക്കുന്ന പ്രത്യേകതരമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിനായുള്ള യാത്രയായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ. കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ. ഏത് സ്വപ്നവും സാക്ഷാത്കരിക്കപ്പെടുന്നത് ഒരു ദിവസം കൊണ്ടായിരിക്കില്ല. സ്വർഗീയ പിതാവേ, നല്ല സ്വപ്നങ്ങളും അധ്വാനിക്കാനുള്ള മനസ്സും നൽകി ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.